ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അപ്രതീക്ഷിത ആഘാതങ്ങൾ ആളുകൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നത് ഒരാൾക്കും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. രാവിലെ ചിരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന ഒരാൾ പെട്ടെന്നൊരു അപകടത്തിൽ മരിച്ചു എന്ന് കേൾക്കുന്ന അത്രയും ദുഃഖകരമായ സംഭവമില്ല. അവർ ആ കുടുംബത്തിൻ്റെ ഒരേ ഒരു പ്രതീക്ഷയായിരുന്നെങ്കിലോ ഒട്ടും സഹിക്കാൻ കഴിയുന്നതല്ല. അത്തരമൊരു ഹൃദയഭേദകമായ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന മകൾ അപകടത്തിൽ മരിച്ചു എന്ന് അറിഞ്ഞ മാതാപിതാക്കൾ വളരെയധികം തകർന്നിരിക്കുകയാണ്. എനിക്കിനി ആരുണ്ട്, എൻ്റെ കുഞ്ഞു പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇന്നലെ അപകടത്തിൽ മരിച്ച ശ്രീക്കുട്ടിയുടെ അച്ഛൻ. എന്നെ അങ്ങടുത്തിട്ട് എൻ്റെ മകളെ വിടാമായിരുന്നില്ലേ എന്ന് കരഞ്ഞുകൊണ്ട് ദൈവത്തിനോട് ചോദിക്കുകയാണ് അദ്ദേഹം. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബത്തിലെ എല്ലാമായിരുന്നു ശ്രീക്കുട്ടി. വീട് എന്ന ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാതെയാണ് ശ്രീക്കുട്ടിയുടെ അപ്രതീക്ഷിത വിയോഗം നടന്നിരിക്കുന്നത്. അച്ഛൻ പീതാംബരന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു ശ്രീക്കുട്ടി. 10 വർഷങ്ങൾക്ക് മുൻപ് സ്ലാബിൽ നിന്ന് വീണ് നടുവൊടിഞ്ഞ് ചികിത്സയിലാണ് 68 വയസ്സുകാരനായ അദ്ദേഹം. തന്റെ മകൾ പോയി എന്ന് അലറി വിളിക്കുമ്പോൾ എന്തു പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണമെന്ന് നാട്ടുകാർക്കും അറിയില്ല.